ചെന്നൈ മലയാളികൾ മാത്രമല്ല അങ്ങ് തമിഴ്നാട്ടിലും ആരാധകരെ സൃഷ്ടിച്ച ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ്. ചിത്രത്തിലെ ഏറ്റവും ഹൈലൈറ്റായി നിന്ന ഒന്നായിരുന്നു കൺമണി അൻപോട് ഗാനം. എന്നാൽ ഇപ്പോൾ ഇതാ ഇളയരാജ നിർമ്മാതാക്കൾക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. മഞ്ഞുമൽ ബോയ്സിൽ ഈ ഗാനം ഉൾപ്പെടുത്തിയത് അനുമതി തേടാതെയാണെന്ന് കാട്ടിയാണ് ഇളയരാജ നിർമ്മാതാക്കൾക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. കൺമണി അൻപോട് ഗാനം ഉൾപ്പെടുത്തിയതിന് അനുമതി തേടിയിരുന്നില്ലെന്ന് വ്യക്തമാക്കിയ ഇളയരാജ ടൈറ്റിൽ കാർഡിൽ പരാമർശിച്ചുകൊണ്ട് മാത്രം കാര്യമില്ലെന്ന് വ്യക്തമാക്കിയാണ് വക്കീൽ നോട്ടീസ് അയച്ചത്. 15 ദിവസത്തിനകം നഷ്ടപരിഹാരം നൽകണമെന്ന് ഇളയരാജ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പകർപ്പവകാശം ലംഘിച്ചെന്നാണ് ഇളയരാജ വക്കീൽ നോട്ടീസിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഒന്നെങ്കിൽ അനുമതി തേടണമെന്നും അല്ലെങ്കിൽ ഗാനം ഒഴിവാക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. 15 ദിവസത്തിനകം നഷ്ടപരിഹാരം നൽകണമെന്നും ഇല്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും ഇളയരാജ വക്കീൽ നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എനിക്കറിയാമെന്ന് ചോദിക്കും, ഇയാൾക്ക് എന്തിനാണ് ഇതിന് മാത്രം കാശ്? കോടിക്കണക്കിന് കാശ് വാങ്ങിയാണ് ഇങ്ങേര് ഈ പാട്ടുകളെല്ലാം ചെയ്തു കൊടുക്കുന്നത്. ആ സിനിമയുടെ നിർമ്മാതാവ് ഇതൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ന്യായമുണ്ട്. കാരണം അങ്ങേരാണ് കാശ് മുടക്കി ഇങ്ങേരെ കൊണ്ട് സംഗീതം ചെയ്യിപ്പിച്ചത് അങ്ങേരുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷേ അങ്ങേര് പോലെയല്ല ചോദിക്കുന്നത്. ഈ കാശ് മേടിച്ച് പാട്ട് ആണ് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇത് കോടതി ഇടപെട്ട് നല്ലത് ഇങ്ങനെ പറഞ്ഞ് ഓടിക്കണം, എന്നാലേ ഈ കഴപ്പ് മാറൂ. ഇത് ശരിക്കും അനാവശ്യമായിട്ടുള്ള തീട്ടക്കേസാണ്. ഇങ്ങനെ ഇത്രയും വലിയ സാധനത്തിരുന്നിട്ട് ഇതുപോലുള്ള അരക്കത്തരം കാണിക്കുന്നത് ശരിയല്ല. ഇളയരാജയല്ല ഏത് വലിയ രാജയായാലും ഇങ്ങനെയൊന്നും അല്ല പെരുമാറുന്നത്. എസ് പി ബാലസുബ്രഹ്മണ്യമൊക്കെ ഗാനങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ ഇത് വേണം, അങ്ങനെ പാടാൻ പാടില്ല, അല്ലെങ്കിൽ അതിന് ഇങ്ങേർക്ക് ഇത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് കാശ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിവാദമാണ്. അതൊക്കെ മോശമായ കാര്യമാണ്. ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ കാശ് വാങ്ങിക്കൂടുക? ഇത് ഒരു സാധാരണ ഏതെങ്കിലും ഒരു ഡൂക്കിലെ ഒരാളാണെങ്കിൽ കുഴപ്പമില്ല. ഇതുപോലെ ലോകം അറിയുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ ഇത്രയും എന്താ പറയുക ഇങ്ങനെ തരം താഴ്ന്ന പരിപാടി കാണിക്കരുത്. ഇങ്ങനെ പാട്ടുകൾ പാടാൻ കഴിവുള്ളവർ പാടട്ടെ, അല്ലെങ്കിൽ അതെല്ലായിടത്തും കേൾക്കാനല്ലേ ആഗ്രഹിക്കേണ്ടത്, അല്ലെങ്കിൽ എല്ലാവരും അത് ഉപയോഗിക്കാനല്ലേ ആഗ്രഹിക്കേണ്ടത്. ഇതിങ്ങേർക്ക് അതിൽ നിന്ന് കാശൊക്കെ കോടിക്കണക്കിന് രൂപ കിട്ടിയ കാര്യമല്ലേ, പിന്നെ ഇങ്ങനെ കാശിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചെമ്മാടിത്തരം അത് വളരെ മോശമായ കാര്യമാണ്.